ക്രിസ്തുയേശുവിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഈ നല്ല പ്രഭാതത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിനെക്കുറിച്ച് എനിക്ക് എൻ്റെ ജീവിതത്തിൽ പറയുവാനായിട്ട് ഏറെയുണ്ട്. ഇപ്പോൾ 83 വയസ്സ് പ്രായമായ എനിക്ക് ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ യാത്ര ചെയ്യുവാനും ഒരു ഗവൺമെൻറ് ജോലിയിൽ രാജ്യസ്നേഹം പ്രമാണിച്ച് പ്രിയ പലരുമൊത്ത് യുദ്ധസ്ഥലത്തായാലും അതുപോലെ ഡിഫൻസ് സംബന്ധമായ എല്ലാ കാര്യങ്ങളിലും ഇടപെടുവാനും ഒക്കെയും ദൈവം എന്നെ അനുവദിച്ചു. എൻ്റെ പേര് ടിയോ ജോൺ. ക്രിസ്തുവിനെക്കുറിച്ച് സംസാരിക്കുവാൻ എൻ്റെ ഹൃദയം വളരെ വാഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു സന്ദർഭത്തിലാകുന്നു ഇങ്ങനെ ഒരു അവസരം ദൈവം ഒരുക്കിത്തന്നത്. ആയതിനായി ദൈവത്തിന് ഏറെ നന്ദി കരേറ്റുന്നു. എൻ്റെ ജനനം പന്തളത്ത് പുന്തല പ്രദേശത്താകുന്നു. എൻ്റെ വീട്ടുപേര് പ്ലാവിള പുത്തൻ വീട്. അത് പിതാവിൻ്റെ വീടാകുന്നു. മാതാവിൻ്റെത് ആറ്റിനക്കരെ അച്ചൻകോവിലാറിൻ്റെ അതേ തീരത്ത് ആകുന്നു. എൻ്റെ അമ്മയുടെയും ശൈശവപ്രായം മുതൽ മാതാപിതാക്കളുടെ പ്രാർത്ഥനയിലൂടെയുള്ള ഒരു ജീവിതം കണ്ടാണ് എൻ്റെ ദിനചര്യകൾ ഓരോന്നും തുടങ്ങിക്കൊണ്ടിരുന്നത്. ബാല്യത്തിൽ തന്നെ സൺഡേ സ്കൂളിൽ എൻ്റെ മാതാപിതാക്കൾ എന്നെ ചേർക്കുകയും വേദപുസ്തകത്തിൻ്റെ പ്രാധാന്യമെന്തെന്നും ദൈവം മനുഷ്യപുത്രനായി ഈ ലോകത്തിൽ നമ്മളുടെ രക്ഷകനായി വന്നതും എപ്പോഴും നമ്മളോട് കൂടെ യാത്ര ചെയ്യുന്നതായ ഒരു സഹയാത്രികനാകുന്നു യേശു ക്രിസ്തുവെന്നും എൻ്റെ മാതാപിതാക്കൾ എനിക്ക് ഏറെ മനസ്സിലാക്കി തന്നത് പല കഥകളിൽ കൂടിയാകുന്നു. ആ പ്രായം കഴിയുന്നു. ബാല്യത്തിലേക്ക് വരുമ്പോൾ ആദ്യമായി എന്നെ പഠിപ്പിച്ചത് Thy word is a lamp unto my feet and a lamp unto my path. നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശമാകുന്നു എന്നുള്ളൊരു വാക്യമാകുന്നു എന്നെ സൺഡേ സ്കൂളിൽ ആദ്യമായി പഠിപ്പിച്ചത്. ആ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ എൻ്റെ ജീവിതയാത്ര തുടങ്ങുന്നു, പഠിക്കുന്നു. യൗവന സമയത്ത് സൺഡേ സ്കൂളിൽ ജ്യേഷ്ഠവകുപ്പ് പാസ്സാകുന്നു. ഒരു അധ്യാപകനായി കുട്ടികളെ പഠിപ്പിക്കുന്നു. അവിടെ പലവിധ കലാപരിപാടികളും പ്രദർശിപ്പിക്കുന്നു. അങ്ങനെ സമൂഹത്തിൽ, പള്ളിയിൽ, പ്രാർത്ഥനാകൂട്ടത്തിൽ എല്ലാ വിധത്തിലും പങ്കുചേർന്ന് ദൈവനാമം മഹത്വപ്പെടുത്തുവാനായി കിട്ടിയ അവസരങ്ങൾ ഓർത്ത് ഈ അവസരത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് 1962 യുദ്ധസമയത്ത് ചാച്ചാ നെഹ്റു അഥവാ നമ്മുടെ ആദ്യ പ്രധാനമന്ത്രി നൽകിയതായ ആ സന്ദേശത്തിൽ കൂടി നമ്മുടെ മദർ ഇന്ത്യ, നമ്മുടെ ജന്മനാടിനെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ ഏവരുടെയും കർത്തവ്യമാകുന്നു എന്നത് അന്ന് റേഡിയോയിൽ കൂടി കേട്ടതൊക്കെയും ജീവിതത്തിൽ പകർത്തുവാനായി ആഗ്രഹിച്ചു. അങ്ങനെയെല്ലാമാണ് ഒടുവിൽ മിലിറ്ററി സംബന്ധമായ ജോലിയിലേക്ക് കടക്കുന്നു. 1965 മുതൽ 67 വരെയുള്ള യുദ്ധത്തിൽ എനിക്കും പങ്കാളികളാകുവാൻ ചേർന്നു. അവിടെ ആവശ്യമായ ഓരോന്നും ശത്രു സൈന്യത്തിനെ എങ്ങനെ തോൽപ്പിച്ച് നമ്മുടെ മദർലാൻഡിനെ എങ്ങനെ വീണ്ടെടുക്കണം, നമ്മുടെ ഒരു തരിശു ഭൂമി പോലും നഷ്ടപ്പെടാതെ കണ്ട് നമ്മൾ ഏത് പ്രകാരത്തിൽ ശത്രുവിനോട് പോരാടണം, ആ ഒരു മനോവീര്യത്തോടുകൂടി പ്രവർത്തിച്ച ആ സമയത്തൊക്കെയും ഏറെ കഷ്ടപ്പാടുകൾ, പട്ടിണിയിൽ കൂടിയൊക്കെയും കടക്കേണ്ടി വന്നു. അതൊക്കെ ഓർക്കുമ്പോൾ ദിവസങ്ങളായിട്ട് ഒരു നേരത്തെ ആഹാരം കഴിക്കുവാനുള്ള സാഹചര്യം ഞങ്ങൾക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല. കാരണം ഛന്നഛിന്നമായി പോയി. ആഹാരം
പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് അത് ബങ്കറിനകത്താകുന്നു. ആരും തന്നെയും പകൽ സമയത്ത് നടക്കുവാനോ ഒന്നും പാടില്ല. താമസിക്കുന്ന ടെൻറ്റ് എല്ലാം താഴെയിടും. എന്നിട്ട് രാത്രിയിൽ അതിനെ ഉയർത്തും. അതിൽ ഞങ്ങൾ 8 പേരവിടെ കഴിഞ്ഞുകൂടും. അങ്ങനെയൊക്കെ ഒരു ജീവിതത്തിൽ നോക്കുമ്പോൾ അതിശൈത്യത്തിൽ കൂടി ജീവിച്ച ഒരു കാലം ഓട്ടം ഒക്കെയും ഏറെ കൈപ്പേറിയ ഒരു ജീവിതമാകും. എന്നാൽ ഒരേ ലക്ഷ്യം, നമ്മുടെ മാതൃരാജ്യത്തിന് വേണ്ടി നമ്മൾ ഇതൊക്കെയും സഹിക്കണം. എന്തിന് ഞാൻ കൂടുതലായി സംസാരിക്കുന്നു പ്രിയരെ? ഏറെ കുളിക്കാതെയും നനയ്ക്കാതെയും കെട്ടിയതായ ഷൂവ് 15 ദിവസത്തോളം അഴിക്കാതെ കണ്ടിരുന്ന് കഷ്ടപ്പാടിൽ കൂടെ കഴിയുകയാണ്. ആഹാരം ഒന്നും കഴിക്കാൻ കിട്ടുന്നില്ല. ഒടുവിൽ നോക്കുമ്പോൾ ജീർണിച്ച് അഥവാ ഉണക്ക റൊട്ടിയും അതുപോലെ കുറച്ച് മേത്തി അഥവാ ഉലുവയുടെ ഇല അതിനെ വെജിറ്റബിളാക്കി വെച്ചിരിക്കുന്നതായ ഒരു രംഗം കാണുന്നു. അതിലേക്ക് ഇഴഞ്ഞു കയറി ചെല്ലുമ്പോൾ ഞാൻ മാത്രമാണ് അതിനകത്തുള്ളത്. അതിൽ നിന്ന് 2-3 റൊട്ടികൾ എടുക്കുന്നു. അത് വളരെ കട്ടിയേറിയതാകുന്നു. നമ്മൾ മുറിക്കാൻ പോലും, അത് പപ്പടത്തിന് പോലും നമ്മൾ പറഞ്ഞാൽ ഒക്കത്തില്ല. അത്രമാത്രം ഉണങ്ങി ആരാലും കഴിക്കാൻ വയ്യാത്തതായ ഒരു സാഹചര്യത്തിലുള്ളതായ ആ റൊട്ടികളെ ഞാൻ എടുത്ത് അതിൽ ആ വെജിറ്റബിൾ അതാണെങ്കിൽ എത്രയോ ദിവസം മുമ്പ് ഉണ്ടാക്കിയതാണ്. അതിൽ നിന്ന് ഉണ്ടാകുന്നതായ ആ ഒരു നാറ്റം അത് ആർക്കും സഹിക്കത്തില്ല. എന്നാൽ ആ വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് ഞാനതിൻ്റെ കയ്യിൽ എടുക്കുന്നു. അവിടെ നിന്ന് ഒരു തണൽ മരത്തിലേക്ക് അഥവാ ഒരു ആലുമരത്തിൻ്റെ അടിയിലിരുന്ന് കൃത്യമായിട്ട് ഒരു 12:30-1 മണി സമയമാണ്. ഞാൻ ഇരിക്കുന്നു. ആ റൊട്ടിയിലേക്ക് ഞാൻ എടുക്കാനായിട്ട് ഒരു മുറിക്കാനായിട്ട് നോക്കുകയും ഒരു കില്ലെറിയാൻ അഥവാ ഒരു പരുന്ത് വന്ന് എൻ്റെ കയ്യിൽ നിന്നും ആ റൊട്ടി കഷണമായി തട്ടിപ്പറിച്ചു കൊണ്ടുപോയി. അപ്പോൾ ഏറ്റവും വിശന്നിരുന്നതായ ആ ഒരു പരുന്ത് അതിന് വിശക്കുന്നു. അതെൻ്റെ കയ്യെ റാഞ്ചുന്നു. എൻ്റെ കയ്യിൽ കൂടി ആ 12:30 മണി 1 മണിയോടുകൂടി സമയത്തുണ്ടായതായ ആ ഒരു വലിയ രക്തച്ചൊരിച്ചിൽ അതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ അതിന് ഞാൻ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ആ ഒരു ജീവിതം ഞാൻ അനുഭവിച്ചത്, ദി ബ്ലഡ് സോക്ക്ഡ് ഇൻ മൈ ബ്ലഡ് മേരി ഖൂൺ സേ ബരി റോട്ടി കാ തുക്കട അഥവാ എൻ്റെ രക്തത്താൽ മുങ്ങിയതായ ഉണക്ക റൊട്ടിക്കഷണങ്ങൾ എന്ന നാമധേയത്തോടുകൂടി ഞാൻ എൻ്റെ ഒരു ജീവിതകഥ, ആ ഒരു ചില രംഗങ്ങൾ അങ്കൂർ എന്ന ഒരു മാഗസിനിൽ ഞാൻ പ്രസിദ്ധീകരിച്ചു. അത് വായിച്ചപ്പോൾ എല്ലാവർക്കും വീണ്ടും അത് വീണ്ടും കാണണമെന്ന് വന്നപ്പോൾ അങ്ങനെ ഏതാണ്ട് 5 വർഷക്കാലം ഈ അങ്കൂർ എന്ന മാഗസിനിൽ അത് എടുക്കുകയുണ്ടായി. പ്രിയരെ, അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഏറെ കഷ്ടപ്പാടിലും വേദനയിൽ കൂടി കഴിഞ്ഞു. എന്നാൽ ആ സമയത്തൊക്കെയും ആശ്രയമായിട്ടിരിക്കുന്നത് മാതാപിതാക്കൾ നൽകിത്തന്നതായ ആ ഒരു കുർബാനക്രമവും വേദപുസ്തകത്തിൻ്റെ ചില താളുകളും മാത്രമാണ്. അങ്ങനെ ആ കൈപ്പേറിയ ജീവിതത്തിലൊക്കെ ആയിരുന്നപ്പോഴും ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ക്രിസ്തുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ക്രിസ്തു എന്നോട് കൂടെ എപ്പോഴും ഉണ്ടെന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടി പോകുമ്പോൾ ഞാൻ ക്രിസ്തുവിനെ നേരിൽ കണ്ടറിഞ്ഞു. ക്രിസ്തു എന്നോട് സംസാരിച്ചു. ക്രിസ്തു എന്നോട് കൂടെ നിൽക്കുകയും എന്നെ വഴി നടത്തുകയും ചെയ്തതായ ആ ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുവാൻ ഞാൻ എൻ്റെ ഈ ജീവിതത്തിൽ എത്രയെല്ലാം ഞാൻ സംസാരിച്ചാലും മതിയാകുന്നതല്ല. ആയതുപോലെ ഉദ്ധരിക്കുവാൻ ഏറെ കാര്യങ്ങളുണ്ട്. 1945-ലും 1947-ലും ഉണ്ടായതായ വെള്ളപ്പൊക്കത്തിൽ അച്ഛൻ കോറിലാറിൻ്റെ ഇരുഭാഗങ്ങളിലുമുള്ളതായ ഞങ്ങളുടെ വീടുകൾ എപ്പോഴും വെള്ളത്തിനടിയിലാകുകയാണ്. അപ്പോൾ രാത്രി സമയത്ത് ഇവിടെയെങ്ങും മഴയില്ല, കാറ്റില്ല. നമ്മൾ അന്നത്തെ മാതാപിതാക്കൾ ക്ഷീണിതരായിട്ട് കൃഷിയെല്ലാം ചെയ്തു വന്നതിൻ്റെ ക്ഷീണത്തിൽ കിടന്നുറങ്ങുന്നു. നമ്മളും കിടന്നുറങ്ങുന്നു. ഉറക്കമൊക്കെയും അല്ല. അന്ന് ഈ പറയുന്നത് പോലെയുള്ള സൗകര്യങ്ങളൊന്നുമല്ല. ഒരു പക്ഷേ പത്തായത്തിൻ്റെ മുകളിലും ഒക്കെയാണ്. ആ സമയത്താണ്
രാത്രി 4-4:30 സമയത്ത് വീട്ടിലുള്ളതായ പാത്രങ്ങൾ, മൺപാത്രങ്ങളെല്ലാം തമ്മിൽ കൂട്ടിയടിക്കുന്ന ഒരു ശബ്ദം കേൾക്കുകയും പിതാവ് എഴുന്നേൽക്കുകയും വെള്ളപ്പൊക്കമായെന്നപ്പോഴത് അപ്പോൾ തന്നെയും അരയോളം വെള്ളം വീട്ടിൽ ഏറിക്കഴിഞ്ഞു. ആ വെള്ളത്തിന് പുറത്തിറങ്ങാൻ സൗകര്യമില്ലാത്തതിനാൽ വെള്ളം കിടന്നെങ്കിൽ ഓളത്തിൽ കിടന്ന് ഈ കലവും ചട്ടിയെല്ലാം കൂടെ പറയും. ആ സമയത്ത് എൻ്റെ പിതാവ് ഞങ്ങളെയും പിടിച്ചും കൊണ്ട് പുറത്തിറങ്ങിയപ്പോൾ അല്പപ്രാണികളായ ആ ജീവികൾ പശുക്കളെയും കാളകളെയും ഒക്കെയും വളർത്തുന്ന ഒരു സാഹചര്യം. അവർക്ക് എവിടെ പോകണമെന്ന് അറിയത്തില്ല. അതിൻ്റെ എല്ലാം കയർത്ത് വിട്ടു. അവത്തുങ്ങളെല്ലാം എങ്ങോട്ട് പോയെന്നൊന്നും യാതൊരു പിടിയുമില്ല. ഭയങ്കരമായ വെള്ളപ്പൊക്കം. ആ പോക്കിൽ എൻ്റെ മാതാവ് ചുഴലിപ്പെട്ട് നഷ്ടപ്പെട്ടു. ഞാൻ 2 കാലും എൻ്റെ തോളിൽ കൂടി എൻ്റെ പിതാവിൻ്റെ തോളത്തിരുന്നും കൊണ്ട് 2 കാലും താഴോട്ടിരിക്കുന്നു. എന്നെ മൊത്തം വെള്ളത്തിലായി. എൻ്റെ മാതാവ് പിടിപെട്ടുപോയി. എൻ്റെ മാതാവിനെ എൻ്റെ പിതാവ് അവിടെ നിന്നും കൊണ്ട് ഈ കൂരിരുട്ടിൽ തപ്പിയപ്പോൾ മുടി കിട്ടി. അങ്ങനെ ആ മുടിയിൽ കൂടി പിടിച്ചു പൊക്കിയാണ് എൻ്റെ മാതാവിനെ രക്ഷപ്പെടുത്തിയത്. അങ്ങനെ നോക്കുമ്പോൾ എത്ര വലിയവനായ നമ്മുടെ ക്രിസ്തു രക്ഷകൻ നമുക്കെപ്പോഴും തുണയായിട്ടുണ്ട്. പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ നമ്മളെ തന്നെ സമർപ്പിച്ച് യേശുവിനോട് നമ്മൾ എന്ത് യാചിക്കുന്നുവോ അത് നമ്മൾക്ക് ക്രിസ്തു നൽകും. എന്നാൽ ആ സമയത്ത് കിട്ടുകയല്ല. പിന്നെയോ ദൈവം തമ്പുരാൻ നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് എല്ലാം നൽകിത്തരുന്ന ക്രിസ്തുവാകും. നമ്മൾ മുട്ടുവീൻ തുറക്കപ്പെടും, യാചിപ്പീൻ നിങ്ങൾക്ക് കണ്ടെത്തുമെന്ന് തിരുവചനം ബോധിപ്പിക്കുന്നത് വെറുതെയല്ല. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി ക്രിസ്തുവിൻ്റെ അതേ പാതയിൽ കൂടി ക്രിസ്തു നൽകിയ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നടന്നാൽ നമ്മൾക്ക് തീർച്ചയായും സമാധാനപരമായൊരു ജീവിതം നയിക്കാൻ പറ്റും. ഏറെ പരീക്ഷണങ്ങൾ നമ്മളെ പിന്തുടരാം. ഈ ലോകത്തിൽ നമ്മളെ പഴിക്കുവാൻ, നമ്മളെ വഞ്ചിക്കുവാൻ ശത്രുവിൻ്റെ എല്ലാ വശങ്ങളുമുണ്ട്. ക്രിസ്തുവിനെ തന്നെയും സദൂക്യരും പരീശരും കൂടി ചേർന്ന് എന്താണ് ചോദിച്ചത്? കരം കൊടുക്കണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിന് അവരുടെ എല്ലാ ഉള്ളിലിരിക്കുന്ന കാര്യങ്ങളും അറിയാം. യേശു പറഞ്ഞത്, നിൻ്റെ കയ്യിൽ എന്താണ് ഇരിക്കുന്നത്? ആ നാണയം കാണിക്കാൻ പറയുന്നു. അപ്പോൾ ആ നാണയം ആരുടേതാണെന്ന് ചോദിക്കുന്നു. കൈസർക്കുള്ളതാണെന്ന് പറയുന്നു. അതിൻ്റെ മേലെടുത്ത് ആരുടേതാണ്? എല്ലാം കൈസറുടേതാണ്. അതുപോലെ കൈസർക്കുള്ളത് കൈസർക്ക്. എന്നാൽ ഒരു കാര്യം നീ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ അതേ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടതായ മനുഷ്യൻ ആരോട് കടപ്പെട്ടിരിക്കുന്നു? ക്രിസ്തു എന്ന രക്ഷിതാവ് നമുക്ക് വേണ്ടി മനുഷ്യരൂപത്തിൽ ദൈവം തന്നെ നമ്മളുടെ രീതിയിൽ പിറന്നതായ ആ ക്രിസ്തു നൽകിയതായ ആ വിശ്വാസം എന്തെല്ലാം അത്ഭുതങ്ങൾ കാണിച്ചു. കുരുടരെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, വിശന്നിരുന്നിരിക്കുന്നവർക്ക് ആഹാരത്തെ നൽകി, വെള്ളത്തെ വീഞ്ഞാക്കി. അങ്ങനെ ഏറെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടും എല്ലാവിധമായ മന്നായം നൽകിയിട്ടും മനുഷ്യൻ യേശുവിനെ അഥവാ ദൈവത്തെ, അത് തൻ്റെ സൃഷ്ടാവിനെ നമ്മൾ മറന്നു. പിന്നെയോ ലൗകിക ജീവിതത്തിൽ മറ്റവൻ നമ്മളെ ബ്രൈബ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അഥവാ കൈക്കൂലി തന്നപ്പോൾ ഈ യേശുവിനെ തള്ളിപ്പറഞ്ഞവരുടെ പിന്മുറക്കാരാകുന്നു നമ്മൾ. പ്രിയരെ, അങ്ങനെയല്ല. എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളും വെച്ച് നോക്കുമ്പോൾ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ച ആ സമയമൊക്കെയും ദൈവം തമ്പുരാൻ എനിക്ക് ഏറെ തുണയായിരുന്നു. ആ ക്രിസ്തുവിനെ നേരിട്ട് സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ച ഒരു മനുഷ്യനാകുന്നു ഞാൻ. ഈ 83 വർഷം കഴിഞ്ഞ എനിക്ക് ഇപ്പോഴും ക്രിസ്തുവിനെക്കുറിച്ച് സംസാരിക്കുവാൻ ഏറെയുണ്ട്. വിശ്വാസത്തിൽ വളരുക, കുടുംബത്തിൽ മാതാപിതാക്കൾ അഥവാ ഭാര്യയും ഭർത്താവും അവർ ഇരുചക്രത്തിൻ്റെ 2 ചക്രങ്ങളാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് പരസ്പരം മറ്റൊരാളെ കരുതിക്കൊണ്ട് പോവുക. ഒരു ചക്രം അത് കേടായാൽ ആ വണ്ടിയുടെ ഓട്ടം തന്നെ നിലയ്ക്കുകയാണ്. ജീവിക്കുന്ന കാലമൊക്കെയും ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും ദൈവം കൽപ്പിച്ചതുപോലെ നിങ്ങൾ ഇന്നു മുതൽ 2 പിന്നെ 1 ആ വചനത്തെ നമ്മൾ ഒരിക്കലും മറക്കരുത്. ദൈവത്തിൻ്റെ അതിമഹത്തായ ശ്രേഷ്ഠമായ നമ്മളെ കരുതുന്നതായ ആ ഓരോരോ അനുഭവങ്ങളും പ്രാർത്ഥനാ ജീവിതത്തിൽ കൂടി നമ്മൾ അനുഭവിക്കുമ്പോഴാണ് അതിൻ്റെ മധുരമെന്തെന്ന് നമ്മൾ
മനസ്സിലാക്കുന്നത്. കർത്താവിൽ പ്രിയരെ, ഇങ്ങനെ ഓരോന്നും നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പൂർവികർ എത്രയെത്രയോ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ സഹിച്ച് മണ്ണിനോട് യുദ്ധം ചെയ്ത് അല്ലേ അവർ ജീവിച്ചത്. അന്ന് ഈ പറയുന്നതായ സുഖസൗകര്യങ്ങളോ ഒന്നുമില്ല. 6 രൂപ കൊടുത്ത് തൻ്റെ കുഞ്ഞിനെ സ്കൂളിൽ പഠിപ്പിക്കുവാൻ അഥവാ ഫീസ് കൊടുക്കാൻ പോലും ഇല്ലാത്തൊരു കാലം. എത്ര ധനാഢ്യനായാലും അവൻ്റെ വീട്ടിലും ഒരു നേരത്തെ നെല്ലരി ആഹാരത്തിന് വകയില്ലാത്ത ഒരു സമയമുണ്ടായിരുന്നു. അതൊക്കെ പറഞ്ഞാൽ ആ സമയത്തും മാതാപിതാക്കൾ എന്നെ പഠിപ്പിച്ചത് സൺഡേ സ്കൂളിൽ പോകുമ്പോൾ ഒരു നുള്ളരി, അതാണ് ഞങ്ങളുടെ സ്തോത്ര കാഴ്ച. അന്ന് പൈസയല്ല, അതൊരു കടലാസിൽ പൊതിഞ്ഞ് അല്ലെങ്കിൽ ഒരു ഇലയിൽ പൊതിഞ്ഞ് അതാണ് സ്തോത്ര കാഴ്ചയായിട്ടിടുന്നത്. അതിനകത്ത് പുഴുക്കലരിയാകാം, പൊടിയരിയാകാം, ഒരു പക്ഷെങ്കിൽ ചാക്കിലരിയാകാം. അതിൻ്റെയൊക്കെയും ചില ചാക്കിലരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എന്തെല്ലോ വാടക കയറി കൊടുക്കരുത്, അതെല്ലാം കൂടെയാണ് ഒടുവിലത് ലേലം വിളിക്കുന്നു. അതിനും ഏറെ പൈസ കൊടുത്ത് വാങ്ങി ഭക്ഷിക്കുവാനായി ഏറെ പേരുണ്ടായിരുന്നു. അപ്പോൾ ദൈവത്തിന് കൊടുക്കുന്നതായ നമ്മളെ ഒന്നും ദാനമല്ല, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതാകുന്നു. ആ എപ്പോഴും ദൈവം നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോന്നും അത് നമുക്ക് വേണ്ടി മാത്രമല്ല. ഒന്നും തന്നെ ഈ കാണുന്ന സകല ചരാചരങ്ങളും സ്വയമായി ഒന്നും നേടിയിട്ടുള്ളവരല്ല. അവരൊന്നുമില്ലാത്തവരായി വരുന്നു, ഒന്നുമില്ലാത്തവരായി തന്നെ പോകുന്നു. മണ്ണിലാൽ നിർമ്മിതമായ നമ്മളും ഇതുപോലെ മണ്ണോട് ചേരേണ്ടതാകുന്നു. ക്രിസ്തു എന്നാൽ അത് സ്നേഹമാണ്. പരസ്പരം സഹിക്കുകയും ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യുക എന്നതാണ്. സ്നേഹത്തിൽ പരിഹരിക്കപ്പെടാത്തതായ യാതൊരു കാര്യങ്ങളുമില്ല. ക്രിസ്തു പഠിപ്പിച്ചതും ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ ഓരോരുത്തർക്കായി പകർന്നു നൽകിയതും സ്നേഹത്തിൻ്റെ വെളിച്ചത്തിലാകുന്നു. ഇന്ന് കാണുന്നതായ യുദ്ധങ്ങളും ഈ ക്ഷാമങ്ങളും എല്ലാം നമ്മൾ പൈശാചികമായ ചിന്തയിലേക്ക് പോയപ്പോഴാകുന്നു. ക്രിസ്തുയേശുവിനെ ഞാൻ ഏറെ അടുത്തറിയുക മാത്രമല്ല, എപ്പോഴും എന്നോടുകൂടെ നടക്കുന്ന ഒരു സഖിയായി കണ്ടനുഭവിച്ച ഒരു വ്യക്തിയാകുന്നു ഞാൻ. ദൈവത്തിൽ എപ്പോഴും ആശ്രയിച്ച് പ്രാർത്ഥനാ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ അതിൻ്റെതായ ഐശ്വര്യങ്ങൾ, സമാധാനം, മാനസിക സന്തോഷം അത് വലുതാകുന്നു. ഞാൻ ക്രിസ്തുവിനെ അറിയുന്നത് എൻ്റെ ഓരോ ആവശ്യ സമയത്തൊക്കെയും ഞാൻ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചപ്പോഴാണ്. ഒരുപക്ഷേ യാത്രാ സമയത്ത് ടിക്കറ്റ് എടുക്കുവാൻ കാശില്ലാത്ത സമയത്തുണ്ടായിട്ടുണ്ട്. ഒരുപക്ഷേ ആഹാരം ഉണ്ടായിട്ടും കഴിക്കുവാൻ സമയമില്ലാതിട്ടുണ്ട്. അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും കഴിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ആ സമയത്തൊക്കെയും ദൈവം ഓരോന്നും നൽകിത്തന്നതായ ആ ഒരു ബലവും മറ്റുള്ളവരിൽ കൂടി കിട്ടിയതായ സഹായങ്ങളും അത് യേശു എന്ന രക്ഷകൻ മാത്രമാകുന്നു എനിക്ക് നൽകിയത് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എൻ്റേതായ യാതൊന്നും എനിക്ക് പുകഴ്ത്തുവാനില്ല. ഈ അടുത്ത സമയത്ത് ഞാൻ ആശുപത്രിയിൽ ഒരു 9 ദിവസം അഡ്മിറ്റായി കിടന്നപ്പോഴും എനിക്ക് ശാരീരികമായുള്ള എല്ലാ ബലവും നഷ്ടപ്പെട്ടു. എന്നാൽ മകനെ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുള്ള ആ ഒരു വിളി എൻ്റെ മനസ്സിൽ, എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും യേശു നൽകിക്കൊണ്ടേയിരുന്നു. ഞാനിപ്പോൾ സുഖമായി ദൈവകൃപയാൽ ദൈവത്തിൻ്റെ നാമം ഉച്ചരിക്കുവാൻ ഇന്ന് ശക്തി തന്നിരിക്കുന്നു. ഈ യേശു നമ്മൾക്ക് എല്ലായ്പ്പോഴും ഒരു സഖിയായി കൂടെയുണ്ടെന്നുള്ള വാസ്തവം നമ്മൾ മനസ്സിലാക്കി ആ ക്രിസ്തുവിനെ മുറുകെ പിടിച്ച് മുൻപോട്ട് പോകുവാൻ നമ്മളെപ്പോഴും സന്നദ്ധരായിരിക്കണം. യേശു എന്നാൽ രക്ഷകൻ. രക്ഷകനെന്നാൽ നമ്മളെ വിട്ടൊഴിഞ്ഞു പോകുന്ന ഒന്നല്ല, ഒരുവനല്ല. ഏതൊരു പ്രയാസവേളയിലും ക്രിസ്തു നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ ഏത് ബുദ്ധിമുട്ടിലും, ഏത് കഷ്ടപ്പാടിലും, ഏത് രോഗാവസ്ഥയിലും യേശു നമ്മളെ കാത്തുപരിപാലിക്കുന്ന ദൈവമാണ്. വേദപുസ്തകത്തിലെ ഓരോ കാര്യങ്ങളും നമ്മൾ വായിക്കുമ്പോൾ പള്ളിയിൽ നാം ഏവരും പോകുന്നു. അല്ലാത്തവർ, മറ്റു വിശ്വാസികൾ ഓരോരുത്തരും അവരവരുടേതായ പ്രാർത്ഥനാലയത്തിൽ പോകുന്നു. അവിടെയൊക്കെ ഓരോ കാഴ്ചകൾ അർപ്പിക്കുന്നു. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം, അഥവാ ക്രിസ്തു ആയിരുന്നതായ ദേവാലയത്തിൽ എല്ലാവരും അവരുടെ സ്തോത്ര കാഴ്ചകൾ അവരുടെ ധനത്തിൻ്റെ ആ ഒരു വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും കാങ്കെ വലിയ വലിയ സമ്പത്തുകൾ ഈ ഭണ്ഡാരത്തിലിടുന്നു.
എന്നാൽ ഒന്നുമില്ലാത്തതായ ഒരു വിധവ, അവരുടെ ജീവിതത്തിൽ ഒന്നുമില്ല. ആ ഇല്ലായ്മയിലും ആരാരും കാണാതിരിക്കണേ എന്നുള്ള ചിന്തയോടുകൂടി തൻ്റെ ഇല്ലായ്മയിൽ നിന്നും തൻ്റെ ഉപജീവനം അവിടെ ഭണ്ഡാരത്തിൽ സമർപ്പിക്കുന്നു. അത് യേശു കാണുന്നു. യേശു അതെല്ലാം കണ്ടറിയുന്നു. യേശു പിന്നീട് മറ്റുള്ളവരോട് പറയുന്നത്, നിങ്ങളാരേക്കാളും ഏറ്റവും വലിയ ഒരു സ്തോത്ര കാഴ്ച ഈ വിധവയായ സ്ത്രീ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് കൊടുത്താകുന്നു. ആയതുപോലെയാണ് നമ്മൾ മനുഷ്യരെ ബോധിപ്പിക്കാനല്ല, പിന്നെയോ ദൈവത്തിൻ്റെ മുൻപാകെ നമ്മൾ എപ്പോഴും വിനയമുള്ളവരായി നമ്മൾ കൊടുക്കുന്ന അഥവാ നൽകുന്ന ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്ന മനസ്സിൻ്റെ ഉടമകളായി നമ്മൾ നിൽക്കണം. പ്രിയരെ, വിശന്നപ്പോൾ ഒരു കല്യാണ സദ്യയിൽ അവിടെ വീഞ്ഞ് കുറഞ്ഞപ്പോൾ വെള്ളത്തെ വീഞ്ഞാക്കി നൽകിയതായ ക്രിസ്തു ആദ്യത്തെ അതിശയം അതുപോലെയാകുന്നു ഇന്നും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവം തമ്പുരാൻ, എൻ്റെ യേശു ഏതെല്ലാം അതിശയങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് ഞാൻ ഉദ്ധരിക്കാൻ പോയാൽ അത് ഏറെയേറെ നീണ്ടുപോകും. വാക്ചാതുര്യം കൂടുതലില്ലാത്തതിനാൽ അതിനെക്കുറിച്ച് എന്നെക്കൊണ്ട് അഥവാ ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലിയുടെ ആ ഒരു പശ്ചാത്തലത്തിൽ മറ്റൊരു രീതിയിലുള്ളൊരു ഡിസിപ്ലിൻ ലൈഫിൽ കൂടി കഴിഞ്ഞു പോകുമ്പോൾ ഇങ്ങനെയുള്ള കൂടുതലായുള്ള ചാതുര്യങ്ങളൊന്നും തന്നെയും എൻ്റെ ഉടമസ്ഥതയിലില്ല. പിന്നെയോ ഇപ്പോൾ ദൈവം തമ്പുരാൻ എനിക്ക് നൽകുന്നതായ ആ ഒരു വെളിച്ചത്തിൽ മാത്രമാകുന്നു ഞാനീ സംസാരിക്കുന്നത്. യേശുവിനെ അറിയണമെങ്കിൽ ബൈബിൾ വായിക്കുക മാത്രമല്ല, പിന്നെയോ മുട്ടിന്മേൽ നിന്ന് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചാൽ യേശു നമ്മുടെ പ്രാർത്ഥന കേട്ട് നമുക്ക് ഏതൊരു പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുന്ന ക്രിസ്തുവാകുന്നു. ദൈവത്തിൻ്റെ ആ ഓരോരോ അതിശയങ്ങൾ, കൂനിയായ സ്ത്രീ എത്രയോ വർഷമായിട്ട് ദേവാലയത്തിൽ വരുന്നു പോകുന്നു, എത്രയോ വർഷമായിട്ട് കുളത്തിൻ്റെ കരയിൽ അവൻ സുഖപ്രാപിക്കാൻ വേണ്ടി കിടക്കുന്നു. എന്നാൽ ഇവരൊക്കെയും യേശുവിൻ്റെ വരവിനായി അഥവാ യേശുവിൻ്റെ സ്പർശനത്തിനായി കാത്തിരുന്നവരാകുന്നു. രക്തസ്രാവുണ്ടായ സ്ത്രീ എങ്ങനെ സൗഖ്യം പ്രാപിച്ചു? ആരാരും അറിയാതെ കണ്ട് യേശുവിൻ്റെ തുണിയെ ഒന്ന് തൊട്ടതേ ഉള്ളൂ, അവൾ സൗഖ്യമാക്കി. ആ ക്രിസ്തു ഇന്നും നമ്മോട് കൂടെയുണ്ട്. ആ ക്രിസ്തുവിൻ്റെ തുണിയിൽ ഒന്ന് തൊട്ടാൽ മതി, അതിനുള്ള വിശ്വാസം മതി നമുക്ക് സൗഖ്യം പ്രാപിക്കുവാൻ. ക്രിസ്തു യേശുവിൽ ആശ്രയിച്ച് മുൻപോട്ട് ജീവിക്കുവാൻ നമുക്ക് എന്നും ക്രിസ്തു നമ്മോട് കൂടെയുണ്ട്, രക്ഷകനാകുന്നു. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും അറിയുന്ന ദൈവം തമ്പുരാൻ ഈ ലോകത്തിൽ വന്നത്, നമ്മളോട് കൂടെ സഞ്ചരിച്ചത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാകുന്നു. നമ്മൾ കെട്ടപ്പെട്ടവരായിരിക്കരുത്. ഓശാന ഞായറാഴ്ചയുടെ നാൾ ആ ഓശാന എങ്ങനെ ദൈവം യേശു തമ്പുരാൻ പറയുന്നു, ആ കെട്ടിയിട്ടിരിക്കുന്നതായ കഴുതക്കുട്ടിയെ അഴിച്ചു കൊണ്ടുവരിക. അതിലെന്താണ് അർത്ഥം വന്നിരിക്കുന്നത്? നമ്മളും ഇന്നെവിടെ കെട്ടപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഒരു പക്ഷേ മയക്കുമരുന്നിൻ്റെയോ അഥവാ ലഹരിയുടെയോ കെട്ടിൽപ്പെട്ടിരിക്കുകയാണോ എന്ന് നമ്മളെ തന്നെ ഒരു ആത്മപരിശോധന ചെയ്യണം. ഞാൻ ഉദ്ധരിച്ചിരുന്നത് പോലെ ആ ജീവിതത്തിൽ, പട്ടാള ജീവിതത്തിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ വളരെയേറെ മദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാകുന്നു. എന്നാൽ ആ സമയത്തൊക്കെ എൻ്റെ ഉള്ളിൽ ഉണ്ടായി ഈ കാണിക്കുന്ന തെറ്റ്, അത് തെറ്റാകുന്നുവെന്ന്. എന്നാൽ ഞാൻ എൻ്റെ കുടി നിർത്തിയില്ല. കാരണം കൂട്ടുകാരെല്ലാവരും മദ്യം ഉപയോഗിക്കുന്നു, ഞാനും ഉപയോഗിച്ചുകൊണ്ടിരുന്നു. എൻ്റെ ഭാര്യ പറഞ്ഞത്, ഇത് നന്നല്ലതായി തോന്നുന്നു എങ്കിൽ അത് കുടിച്ചുകൊണ്ടേയിരിക്കുക. യാതൊരു വിധമായ വഴക്കോ യാതൊരു വിധമായ ശണ്ടകളോ എൻ്റെ ഭവനത്തിൽ ഞാൻ ആ സമയത്ത് മദ്യം ഉപയോഗിച്ചു എന്നുള്ള കാരണത്താൽ എൻ്റെ ഭാര്യ എന്നോട് ഒരു വിധത്തിലും യാതൊരു കലഹവും ഉണ്ടാക്കിയില്ല. ആ പ്രിയ എൻ്റെ പത്നി എന്നും വേദപുസ്തകം വായിച്ച് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആ വ്യക്തിയുടെ കണ്ണുനീരിൻ്റെ ഫലമായി
ഞാൻ എത്രയെത്രയോ വർഷങ്ങളായി ആ ലഹരികളെ സകലതയും വെടിഞ്ഞു. അത് എന്തുകൊണ്ട് വെടിഞ്ഞു? എനിക്കാൽ എൻ്റെ ജീവിതസഖിയായ ദൈവം ഏൽപ്പിച്ചതായ എൻ്റെ ഭാര്യ കണ്ണുനീരോടുകൂടി ഞാൻ കാണാതെ ഒരു റൂമിലിരുന്ന് പ്രാർത്ഥിച്ചത്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ ഭർത്താവിൻ്റെ ഈ ലഹരി ഉപയോഗത്തെ അവിടുന്ന് മാറ്റിത്തരണേ എന്നാണ്. ആ ക്രിസ്തു ആ എൻ്റെ ഭാര്യയുടെ പ്രാർത്ഥന കേട്ടു. ഇന്നും ഞാൻ വളരെ സന്തോഷത്തോടു കൂടി പറയുന്നു, പ്രിയ യുവാക്കളെ, യാതൊരുവിധമായ ലഹരിയും യാതൊരുവിധമായ ഈ മദ്യമോ മയക്കുമരുന്നോ ഇതൊന്നും തന്നെ നമുക്ക് യാതൊരു വിധമായ ശാന്തിയോ സമാധാനമോ തരുന്നതല്ല. നമ്മൾ ഒരിക്കൽ ഉപയോഗിക്കുന്നു, അത് വീണ്ടും ഉപയോഗിക്കുന്നു, വീണ്ടും വീണ്ടും നമ്മളതിൻ്റെ അടിമയായി തീരുകയാണ്. അവസാനമായി നാം ഓർക്കുമ്പോൾ നമ്മുടെ പാപത്തിൻ്റെ ബലിയായിട്ട് കാൽവറി ക്രൂശിൽ 3 ആണികളാൽ തൂങ്ങപ്പെട്ടതായ ക്രിസ്തുവിൻ്റെ ആ ഒരു ഭാവത്തെ നമ്മൾ മനസ്സിലേക്ക് കാണുമ്പോൾ നമ്മൾക്ക് ഏത് പ്രകാരത്തിലാകുന്നു നിഗളിക്കുവാനും മറ്റുള്ള അഹങ്കാര കാര്യങ്ങളിലേക്ക് ഇടപെടുവാനും സാധിക്കുക. ആ ക്രിസ്തു നമ്മളുടെ സകലവിധമായ വേദനകളെയും അനുഭവിച്ചുകൊണ്ട് ദുഷ്ടശക്തികളിൽ നിന്നുള്ള അടിയും തുപ്പും സഹിച്ചുകൊണ്ട് ആ കുരിശിന്മേൽ കിടക്കുന്നത് ആർക്ക് വേണ്ടിയാകുന്നു? നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാകുന്നു, നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടിയാകുന്നു. ആ ക്രിസ്തു മരിച്ചു പോയിട്ടില്ല. 3-ാം നാൾ മരിച്ചു, അടക്കപ്പെട്ടു. എന്നാൽ തിരുവചനപ്രകാരം നമുക്ക് വേണ്ടി വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തു 3-ാം നാൾ മരണത്തെ ജയിച്ചവനായ ക്രിസ്തുവാകുന്നു നമ്മളുടെ രക്ഷിതാവ്. ആ ക്രിസ്തുവിനെ വേണം നമ്മൾ സ്വീകരിക്കേണ്ടത്. ആ ക്രൂശിന്മേൽ ബാക്കി വലതുവശത്തുമായി കള്ളന്മാരുടെ ഇടയിൽ ക്രൂശിക്കപ്പെട്ടതായ യേശുവിൻ്റെ ആ രക്തവും ജലവും ചിന്തിയ വേദനകൾ നമ്മുടെ ജീവിതത്തിൽ ഈ അനുഭവിക്കുന്ന വേദനകളും അന്ന് യേശു നമുക്ക് വേണ്ടി അനുഭവിച്ചതായ വേദനകളും തമ്മിൽ എന്തോ ഒരു അന്തരംഗം. നമ്മളിന്ന് അനുഭവിക്കുന്ന ഒരു പക്ഷേ ഒരു മുള്ളു കൊണ്ടപ്പോൾ, അഥവാ നമ്മുടെ കയ്യിൽ ഒരു സൂചി വെച്ചപ്പോൾ നമ്മൾ വേറെ വേദനപ്പെട്ടു. എന്നാൽ ചങ്കിലേക്ക് ആ പട്ടാളക്കാർ കുത്തിയപ്പോൾ ദൈവം, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ എന്ന് മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ ആ ക്രിസ്തു നമ്മളെ ധരിപ്പിക്കുന്നത്, നമ്മളെ പഠിപ്പിക്കുന്നത്, ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തന്നെ സഹിക്കുക, ക്ഷമിക്കുക, ശത്രുവിനോട് ശത്രുവായിട്ടല്ല പിന്നെയോ സ്നേഹമായിട്ട് പെരുമാറുക. അങ്ങനെ പെരുമാറുമ്പോൾ നിൻ്റെ ഈ ശത്രുവും നിൻ്റെ ഏറ്റവും വലിയൊരു മിത്രമായി തീരുകയാണ് ചെയ്യുന്നത്. ആ ക്രിസ്തുവിൽ, ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൽ ഞാൻ അനുഭവിച്ചതായ ആ ഓരോരോ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ എന്നുമെന്നും ആ ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് നമ്മൾ മുൻപോട്ട് പോയി പ്രാർത്ഥനാ ജീവിതം നയിച്ച് മറ്റുള്ളവർക്ക് മാർഗദർശികളായി, കുടുംബത്തിൽ ഏറെ കുഞ്ഞുങ്ങൾക്കായാലും കൊച്ചുമക്കൾക്കായാലും അവർക്ക് എപ്പോഴും മാർഗദർശികളായിട്ട് യേശുവിനെ മാത്രം നമ്മൾ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ദൈവം നമ്മോട് കൂടെയുണ്ടെന്നുള്ള ആ ഒരു ബോധത്തെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ മനസ്സിലാക്കി കൊടുത്ത് ജീവിക്കണമെന്നുള്ള ആ ഒരു ഉദ്ദേശമാകുന്നു എൻ്റെ ജീവിതത്തിൽ ഞാനിതിൽ നിന്നും മനസ്സിലാക്കിയിരിക്കുന്നത്.